ഹലോ എവ്രി വൺ, എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു സ്പെഷ്യൽ, ചെറിയല്ല ഒരു വലിയ സ്പെഷ്യൽ ഡേ തന്നെയാണ്. നമ്മൾ അപ്പുക്കുട്ടൻ എന്ന് പറയുന്നത് നമ്മളെ നാത്തൂൻ്റെ മോനാണ് കേട്ടോ. ഏട്ടൻ്റെ ഒരേ ഒരു പെങ്ങളുടെ മോനാണ് അപ്പൂസ്. ഒരു കുട്ടിയും കൂടി ഉണ്ട്, ശ്രേയക്കുട്ടി കേട്ടോ. അപ്പോൾ അവൻ്റെ കെട്ടുനിറയാണെന്ന്. അങ്ങോട്ട് പോവാൻ വേണ്ടി രാവിലെ ഞങ്ങൾ റെഡിയായി കഴിഞ്ഞു. ഞാനും ഏട്ടനും അമ്മയും കൂടി പോവുകയാണ് കേട്ടോ. ഞങ്ങൾ ബസ്സിലാണ് പോണത്. ഞങ്ങളുടെ പ്രോപ്പർ ടൗണ് വളാഞ്ചേരിയാണ്, അവരെ ടൗൺ എന്ന് പറയുന്നത് വണ്ടൂരാണ്. അപ്പം ഞങ്ങൾ നേരെ പെരിന്തൽമണ്ണ ബസ് കയറി അങ്ങനെ സൈഡ് സീറ്റിലൊക്കെ ഇരുന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് നിങ്ങളെയും കൂട്ടി അവരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ റെഡിയായി അവരെ വീട്ടിലെത്തി. ഇവിടുന്ന് നേരെ തറവാട്ടിലേക്കാണ് പോകുന്നത്. അവിടെ ഒരു അമ്പലത്തിലാണ് കേട്ടോ കെട്ടുനിറ വയ്ക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ അപ്പുക്കുട്ടൻ, അപ്പൂസ്. ശരൺ എന്നാണ് അവൻ്റെ പേര് കേട്ടോ. അപ്പോൾ ശരൺ കുറച്ച് ഞാൻ ഒന്ന് മോഡൽ നടക്കാൻ പറഞ്ഞപ്പോൾ അവന് ചെയ്തതാണ്. അങ്ങനെ ഞങ്ങൾ പോവാൻ റെഡിയായി. ഇതാണ് അമ്മ, ഇത് ഏട്ടൻ, പിന്നെ അവിടെ ഇരിക്കുന്നത് നാരായണേട്ടനാണ്, പിന്നെ സുജിത്തേട്ടൻ, ഇതാണ് നമ്മളെ ശ്രേയക്കുട്ടി. അങ്ങനെ ഞാനും ശ്രേയക്കുട്ടിയും കൂടി അവർ മുന്നേ പോയിട്ടോ, പൂജയ്ക്കുള്ളവരും കെട്ടുനിറയ്ക്കുള്ളവരും. ഞാനും ശ്രേയക്കുട്ടിയും കൂടി ലാസ്റ്റാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് തിരുമാന്താകുന്ന് ശാസ്താംകോട്ടുപുറം അമ്പലം. നല്ല ഭംഗിയുള്ള അമ്പലമാണ് കേട്ടോ. നമുക്ക് ഇവിടെ വന്നാൽ മനസ്സിനൊരു ശാന്തതയാണ്. നല്ല ഭംഗിയുള്ള ചുമർ ചിത്രങ്ങളും എന്താ പറയുക, ഒരു ഫീലാണ് ഇവിടെ വന്നാൽ. അപ്പോൾ അതവിടെ കെട്ടുനിറ തുടങ്ങി. നമുക്ക് ആ വിശേഷങ്ങൾ കാണാം കേട്ടോ. ശരണമപ്പ ശരണമപ്പ. അതെ, ആ നെയ്യ് ഇതിന്റെ സ്വാമിയേ അപ്പോൾ അവർ ട്രാവലറിൽ പോയി കേട്ടോ. അവർ ഗുരുവായൂർ നിന്ന് സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസമേ പോവുള്ളൂ. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിൽക്കുകയാണ്. എന്താ വെച്ചാൽ അവിടെ കുടവരവ്, പാട്ട്, ചുറ്റുവിളക്ക്, അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളും കൂടി ഉണ്ട്. അപ്പോൾ നമുക്കത് അടുത്ത വീഡിയോയ്ക്ക് ആക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് കണ്ട് വീഡിയോ എടുത്ത് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് പാർട്ട് ഇപ്പോൾ വരും, അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണേ. അപ്പോൾ ഇതുവരെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.